കൽപ്പിച്ചാരാ നമുക്കൊന്നുമില്ല. നിങ്ങളെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്? പുരുഷന്മാരും റസൂലുള്ള പറഞ്ഞത് സ്വീകരിച്ചു, സ്ത്രീകളും സ്വീകരിച്ചു. എന്നിട്ടാ നിങ്ങൾ പറഞ്ഞ ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. പിന്നെ നിങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു എന്ത്? മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയുള്ളത് മറക്കണമെന്നാണ് നബി പറഞ്ഞത്. എന്നിട്ടോ അയാളെ വകയിൽ ഒരു കളവും പറഞ്ഞു. അതാ രസം. എന്താ കളവ് അറിയോ? റസൂലുള്ളാഹിന്റെ പേരിൽ എന്താ കളവ് അറിയോ? റസൂലുള്ളാഹിന്റെ സദസ്സിൽ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന സ്ത്രീകളെ, ആ സ്ത്രീകളോട് നബി പറഞ്ഞു പോലും മുൻകൈയും മുഖവും ഒഴിച്ചിട്ട് ബാക്കിയെ മറക്കാവൂ. മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി മറക്കണം, അതാണ് ഇസ്ലാമിന്റെ വേഷം എന്ന് പറഞ്ഞു പോലും. അപ്പൊ പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇസ്ലാമിന്റെ വേഷാക്കി മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി മറിച്ചിട്ട് പോയി പോലും. സുബ്ഹാനല്ലാഹ്. തങ്ങളെ ഭാര്യ, സാധുവായ എന്റെ ഭാര്യ, ഞങ്ങളെ ഭാര്യമാരൊക്കെ മുഖടക്കം മറച്ചിട്ടാ പോകല്. അപ്പൊ ഇവരെ ആദർശം എന്താണ്? മുഖം മറക്കാൻ പാടില്ല എന്നാണ്. എന്താ കാരണം? മൗലവിമാര് പ്രസംഗിക്കുമ്പോൾ മുന്നിൽ തന്നെ മുഖത്തോടെ ഇങ്ങനെ ഇരിക്കണല്ലോ. അപ്പൊ മുഖം മറക്കാൻ പാടില്ല. അങ്ങനത്തെ ഫോട്ടോ ഒക്കെ സാധനം കാണിക്കാൻ പോകുന്നുണ്ട്. മുഖം മറക്കാൻ പാടില്ല എന്നൊരാശയം. ഇത് നബിന്റെ പേരിൽ വെച്ചിട്ടാണ് പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്ന സ്ത്രീകള് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മറക്കണമെന്ന് നബി പറഞ്ഞപ്പോ അവരങ്ങനെയാക്കിയിട്ട് മടങ്ങിപ്പോയി. അല്ലാതെ മുഖവും മുൻകൈയും വെച്ച് ബാക്കിയുള്ളത് മറക്കണമെന്ന് പറഞ്ഞപ്പോ പ്രസംഗത്തിന്റെ സാഹസിന്ന് ഒരു പർദ്ദയിൽ തുന്നിച്ചിട്ട് മടങ്ങിപ്പോയി എന്നാലൊരു സാധ്യതയില്ലല്ലോ. കാരണം സാഹസിൽ വരുമ്പോ അങ്ങനെ പർദ്ദ തുന്നിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. മടങ്ങിപ്പോകുമ്പോഴേക്ക് മാറ്റിയില്ല പറയുന്നത്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ പിടികൂടിയിട്ടില്ലായിരുന്നു. അതും കൂടി പിടികൂടാനൊരു അവസരം ഈ പുതിയ പ്രസംഗത്തോടുകൂടി തന്നതിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഇയാൾ പറയും ഈ തലപ്പാവ്, ഞാൻ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ വെല്ലുവിളി നേരിട്ട് ഞാൻ അതിന്റെ ബാക്കിയും കൂടി നിങ്ങൾ കേൾപ്പിച്ചു തരും. അതിന് മുമ്പ് നിങ്ങൾ കേൾക്കേണ്ടത്, ഇയാൾ പറയും തലപ്പാവിനോട് എനിക്ക് വെറുപ്പാണ്. എന്താ വെറുപ്പിന് കാരണം? അയാൾ വെറുപ്പിന് കാരണം പറയും. കാരണം എന്താണ്? കാരണം അജ്മീറിലൊക്കെ ചില ആളുകൾ തൊപ്പി വെച്ചു കൊടുത്ത് പൈസ വാങ്ങുന്നുണ്ട്. അതുപോലെ ചില തട്ടിപ്പുകാര് തലപ്പാവ് ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തലപ്പാവിനോട് വെറുപ്പാണ്. എന്നാ മൗലവി, ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് ആളുകൾ ഉടുത്ത തുണിയും ഉടുത്തിട്ട് കക്കാൻ പോകുന്നുണ്ട്. അതുപോലത്തെ ഉടുത്ത തുണിയും ഉടുത്ത് കള്ളു കുടിക്കുന്നുണ്ട്. തുണിയും ഉടുത്തിട്ട് പലരും വഞ്ചിക്കുന്നുണ്ട്. അതുകൊണ്ട് മൗലവീനെ തുണിയും അഴിക്കുമോ? കാരണം കുറെ ആളുകൾ അത് ചെയ്യുന്നത് തെറ്റുകൊണ്ടാണെങ്കിൽ ഉള്ളതങ്ങ് അഴിച്ചു കളയാൻ പറ്റുമോ? വെറുക്കാൻ പറ്റുമോ? ഇനി അതാ കേൾക്കാൻ പോകുന്നത്. അയാൾക്ക് വെറുപ്പാണ്, കേട്ടോളി. കാരണവും കേട്ടോളി. അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു. ഇതിനേഷം ധരിച്ചുകൊണ്ട് അനാചാരത്തിന് പ്രോത്സാഹനം നൽകുന്നു. അതുകൊണ്ട് പലപ്പോഴും ഈ വേഷത്തോടുള്ള ആ വേഷം ധരിച്ച ആളുകൾ അന്ധവിശ്വാസത്തിന്റെ ആളുകളല്ലേ, അനാചാരത്തിന്റെ വക്താക്കളല്ലേ എന്നൊരു വെറുപ്പും കൂടി വിഷയത്തിലുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം. കണ്ടോ? അന്ധവിശ്വാസത്തിന്റെ ആളുകളാണ്, അതിന്റെ ആളുകളാണ് തലപ്പാവ് ധരിക്കുന്നത്. അതിനോടൊരു വെറുപ്പും കൂടിയുണ്ട്. എന്നാ സഹോദരന്മാരെ, ഈ അന്ധവിശ്വാസത്തിന്റെ ആള് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ നമുക്ക് തലപ്പാവ് വെച്ച് പഠിപ്പിച്ചു തന്നത്. കേട്ടോളൂ നിങ്ങൾ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അതിന് മുമ്പ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കുന്നു. മൗലവി തന്നെ വേറൊരു സമയത്ത് പറയുന്നു, റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കണം, റസൂലുള്ളാഹിനെ പിന്തുടരുന്നതിൽ ഒരു വെറുപ്പും നമുക്കുണ്ടാകാൻ പാടില്ല എന്ന് മൗലവി പറയുന്നത് ആദ്യം കേൾപ്പിക്കുന്നു. പിന്നെ അല്ലാഹുവിന്റെ റസൂൽ തലപ്പാവ് ധരിച്ചിരുന്നു എന്ന ഹദീസ് കേൾപ്പിക്കുന്നു. രണ്ടും നിങ്ങൾ കേട്ടോളൂ. പ്രഖ്യാപിക്കാൻ, അതിന്റെ മുതൽ കാണിക്കാൻ ഒരാൾക്കും പാടില്ലതല്ലേ. എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അതിനോടൊരു വെറുപ്പ് കാണിക്കാൻ പാടില്ല. അപ്പൊ നബിയെ പിന്തുടരണം, നബിയെ പിന്തുടർന്ന് വെറുപ്പ് കാണിക്കാൻ പാടില്ല. അത് ഓഡിയോ കേസറ്റാണ് നിങ്ങൾ കേട്ടത്. വീഡിയോ ആ പിടിച്ച സ്ഥലത്ത് ശരിക്ക് ചലനത്തോടെ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പിടിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് അയാൾ ഇങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ കാണാൻ കാരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അത് കഴിഞ്ഞല്ലോ. ഇനി മുസ്ലിമിന്റെ ഹദീസ് ഒന്ന് കാണട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതുവെടുക്കുന്ന സമയത്ത് പോലും തലപ്പാവിന്റെ മേലെ തടകി. ഹദീസ് ആ ഹദീസാണ് കാണിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മൂർധാവും തലപ്പാവിന്റെ മേലെയും തടകി.
ഇത് പറയുമ്പോ മൗലവിമാർ ഇവിടെ പറയൂ അതിന്റെ അപ്പുറത്ത് ഹുഫേമ തടയുന്നുണ്ട് മൊയ്യാരെ, അതുകൊണ്ട് ഹുഫ സുന്നത്തുണ്ടോ എന്ന് ചിലപ്പോ മൗലവി അടുത്ത വരവിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഇപ്പൊ തന്നെ മറുപടി ഇങ്ങോട്ട് പിടിച്ചോ, ഹുഫ ധരിക്കൽ സുന്നത്താണ് എന്ന് പണ്ഡിതന്മാര് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് തലപ്പാവ് ധരിക്കൽ സുന്നത്താണെന്ന് പറയാത്ത പണ്ഡിതന്മാരില്ല. ഒന്നാമതായി പറഞ്ഞതാരാണ്? മൗലവി ശരിക്കും മനസ്സിലാക്കണം, മുജാഹിദിന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. KM മൗലവി, TK മൗലവി, EK മൗലവി, ഈ മൗലവിമാരൊക്കെ കൂടി ചേർന്നിട്ട് മുജാഹിദിന്റെ മദ്രസയിൽ പഠിപ്പിക്കാൻ വേണ്ടി അവര് പുറത്തിറക്കിയ പുസ്തകമാണ് കിതാബുൽ അവ്വൽ ഫിൽ അമലിയാത്ത്. ഈ അമലിയാത്ത് എന്ന പുസ്തകത്തിൽ മുജാഹിദിന്റെ മുഴുവൻ മൗലവിമാരും എഴുതുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ, കേട്ടോളൂ. നമസ്കരിക്കുന്നവൻ തന്റെ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് ധരിക്കുന്നതും കുപ്പായമിടുന്നതും തലപ്പാവ് ധരിക്കുന്നതും സുന്നത്താകുന്നു. അപ്പൊ മദ്രസയിലെ പുസ്തകത്തിൽ തന്നെ മുജാഹിദിന്റെ നേതാക്കന്മാര് പഠിപ്പിച്ചതാണ് അതേ തലപ്പാവ് ധരിക്കൽ സുന്നത്താകുന്നു. പൊളിച്ചെഴുതുന്ന കോലമാണ് നിങ്ങൾ കാണുന്നത്. പൊളിച്ചെഴുതുകയാണ് പുതിയ മൗലവിമാര്. പഴയ മൗലവിമാര് എഴുതിയത് പൊളിച്ചെഴുതുകയാണ്. അപ്പൊ തലപ്പാവ് സുന്നത്തില്ല എന്നായി ഇപ്പം പറയുന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇനി അൽമനാറാണ് കാണിക്കാൻ പോകുന്നത്. മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറ് വരട്ടെ. അൽമനാറ്, ഈ അൽമനാറ് അതേ മുജാഹിദിന്റെ മുഖപത്രം 1950 കാലത്തിറങ്ങിയ അൽമനാർ എന്ന മുഖപത്രം. അതിലതാ എഴുതുന്നു, മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ തലമറക്കൽ തൊപ്പി കൊണ്ടോ തലപ്പാവ് കൊണ്ടോ എന്തുകൊണ്ടായാലും വേണ്ടില്ല, സുന്നത്താണ്. ഇപ്പൊ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാറ് 1950 പറയുന്നു, തലപ്പാവ് കൊണ്ടോ തൊപ്പി കൊണ്ടോ തലമറക്കൽ സുന്നത്താണ്. ഇപ്പോൾ മൗലവി നാദാബത്ത് വന്ന് പറയുന്നു അത് സുന്നത്തല്ല, ഞാൻ വിദേശത്ത് നിന്ന് മറിച്ചത് സുന്നത്താണെന്ന നിലക്കല്ല, ഞാൻ സുന്നത്താണെന്ന നിലക്ക് മറിച്ചതല്ല. ഇനി അതാ ഉമർ മൗലവി സെൽസബീലിലും പറയുന്നു, അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു, തലമറക്കൽ നബിയുടെ സുന്നത്താണെന്ന് പറയുന്നു. എന്റെ വാർദ്ധക്യത്തിന് മുമ്പ് ഞാൻ ഇങ്ങനെ തന്നെ. നിങ്ങൾ യുവാക്കളെല്ലാം കൂടി കാര്യം കുഴപ്പത്തിലാക്കരുത്. ഇത് ഉമർ മൗലവി പറയാണ്, ഈ യുവാക്കളായ മുജാഹിദ് മൗലവിമാര് കാര്യം കുഴപ്പത്തിലാക്കാണ്. തലപ്പാവ് സുന്നത്തില്ലെന്ന് പറയുന്നത്, തലമറക്കൽ സുന്നത്തില്ലെന്ന് പറഞ്ഞ് ഇവർ പൊളിച്ചെഴുതുകയാണ്. എന്നാ പൊളിച്ചെഴുതുന്ന കോലം കേൾക്കണോ നിങ്ങൾക്ക്? ഇവിടെ മൗലവി പറഞ്ഞു നിങ്ങളൊക്കെ ഇസ്ലാഹി മാസിക വായിക്കണം. ഈ ഇസ്ലാഹി മാസിക പൊളിച്ചെഴുത്തുകാരനാണ്. ആ ഇസ്ലാഹി മാസിക അതാദ്യം അൽ-ഇസ്ലാഹ് എന്ന പേരിൽ ഇറങ്ങി. ആ അൽ-ഇസ്ലാഹാണിത്. ഇതിൽ പറയുന്നത് കേട്ടോളൂ, നിങ്ങൾ പൊളിച്ചെഴുതാണ്. പ്രത്യേക രീതിയിലുള്ള തലപ്പാവും നീണ്ട മോഹയും പൗരോഹിത്യത്തിന്റെ ലക്ഷണങ്ങളായി സമൂഹത്തിൽ കടന്നുകൂടി. ഇപ്പൊ തലപ്പാവ് ധരിക്കൽ പൗരോഹിത്യത്തിന്റെ ലക്ഷണമാണ് പോൽ. അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത കാര്യം പൗരോഹിത്യത്തിന്റെ ലക്ഷണമാണ് പോൽ. ഇത് പറയാണ്, ഹിജറ 6-ാം നൂറ്റാണ്ടിലും അതിനു മുമ്പോ ശേഷം 8-ാം നൂറ്റാണ്ട് വരെയോ ഒരു ഇസ്ലാമിക പണ്ഡിതനും തലപ്പാവ് തന്റെ സാംസ്കാരിക വേഷമായി കരുതിയിരുന്നില്ല. ഇങ്ങനെയുണ്ട്. ഇസ്ലാഹി മാസിക വായിച്ചിട്ടാണ് പോലും പലരും മുജാഹിദാകുന്നത്. അതിൽ പറഞ്ഞെന്താണ്, ഹിജറ 6-ാം നൂറ്റാണ്ടിന് മുമ്പ് തലപ്പാവ് ധരിക്കുന്ന പരിപാടിയില്ല. ഓ മുജാഹിദേ, നിങ്ങളെ ഇസ്ലാഹി മാസിക നിങ്ങൾ ഇവിടെയും പ്രചരിപ്പിച്ചില്ലേ? ഇന്ന് ആദാപുരത്തും കൊണ്ടുവന്നിട്ട് നിങ്ങളെ ചേറ് വിറക്കാൻ നോക്കിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ ഹിജറ 6-ാം നൂറ്റാണ്ടിന് ശേഷം വന്ന പുരോഹിതനാണോ? അള്ളാഹുവിന്റെ റസൂല് തലമറച്ചു എന്ന് സഹീഹ് മുസ്ലിമിലില്ലേ? നിങ്ങളെ ഉമർ മൗലവിയെ നിങ്ങൾ തള്ളി, KM മൗലവിയെ തള്ളി, അൽമനാറ് തള്ളി, റസൂലുള്ളാഹിയെയും തള്ളി. എന്നിട്ടത് പൗരോഹിത്യമാണെന്നല്ലേ പുതിയ കണ്ടുപിടുത്തം? നിങ്ങൾ പൊളിച്ചെഴുതുകയാണ്, ഇസ്ലാം മതം പൊളിച്ചെഴുതുകയാണല്ലേ? ഈ പൊളിച്ചെഴുത്തിന് ഈമാനുള്ളവർക്ക് പിന്തുണ നൽകാൻ നിവൃത്തിയില്ല. ഇനി മൗലവി പറയുന്നത് അവർ പറഞ്ഞത് പുരോഹിതന്മാരാണ്. ഇനി ആ പുരോഹിതന്മാരെ കാണിക്കാൻ പോവാണ്. ആരൊക്കെയാ പുരോഹിതൻ? ഒന്നാമത്തെ പുരോഹിതൻ ഞാനുമായി ഇടമുട്ടത്ത് വെച്ചും കാണാൻ പോവാണ് നിങ്ങൾ പുരോഹിതന്മാരെ. അതുപോലെ മഞ്ചേശ്വരത്ത് വെച്ചും വാദപ്രതിവാദം നടത്തിയ ഈ നാദാവത് വന്നിട്ട് ബഹുമാനപ്പെട്ട മർഹൂം കീഴ് ഉസ്താദ് ഉള്ളോഹത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, മഹാനവറുകളുടെ ആണ്ട് കഴിച്ചതിന് എതിരായി ആണ്ടനുസ്മരണവും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളും എന്ന് പറഞ്ഞ് കീഴ് ഉസ്താദിന്റെ ആണ്ട് കഴിച്ചതിന് എതിരായി ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവി, ആ മൗലവിയാണ് ഒന്നാമത്തെ പുരോഹിതൻ. അദ്ദേഹം തൊപ്പിയും ധരിച്ചിട്ട് അതാ നിൽക്കുന്നു.
തൊപ്പി ധരിക്കൽ പൗരോഹിത്യമല്ലേ? തലപ്പാവ് പൗരോഹിത്യമല്ലേ? നിങ്ങളെ ഇസ്ലാഹി മാസിക അല്ല ഇസ്ലാഹി മാസിക പറഞ്ഞതല്ലേ? ഇപ്പോഴെങ്ങനെ ആ പുരോഹിതൻ നിൽക്കുന്നത്? പക്ഷേ ഇത് അറേബ്യയിലാണ് കേട്ടോ, ഇത് അറേബ്യയിലാണ്. സഹോദരന്മാര് മനസ്സിലാക്കണം. ഒന്നാമത്തെ പുരോഹിതൻ സക്കരിയ സലാഹി.